ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ഥിതി വിവര കണക്ക് എന്ന് പറഞ്ഞ പോർഷനിലാണ്. കഴിഞ്ഞ കൊല്ലം 2 ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകം എന്താ അറിയോ? എല്ലാ കൊല്ലം അവസാനമായിരിക്കും ഉണ്ടാവുക, പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ കൂടുതൽ സമയം കളയേണ്ട, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്റർ മുഴുവനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഉറപ്പായിട്ടും കാണാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അഥവാ എന്താ ക്വസ്റ്റ്യൻ എന്താ, ഒരു ടാലി അടയാളപ്പെടുത്തിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കുക. ടാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വരയിടൂല, ആ സാധനമാണ് സംഭവം. അതായത് ആവർത്തി പട്ടിക, അതായത് ആ ഫ്രീക്വൻസി ടേബിൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യേണ്ടത്? സിമ്പിളാണ് മക്കളെ. ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇവിടെ ഇവർ പറയുന്നുണ്ട് 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾക്ക് ഈ ചാപ്റ്റർ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. എന്താണ് ആ സാധനം എന്ന് പറഞ്ഞുതരാം. ഇനി അടുത്ത നിങ്ങൾക്ക് അറിയാലോ, എന്താ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത നിങ്ങൾക്ക് അറിയാതാ 20 മുതൽ 30 വരെ അടുത്ത ആളാണ്. അടുത്ത എത്ര ആയിരിക്കും? 30 മുതൽ 40 വരെ. അടുത്തത് 40 മുതൽ 50 വരെ. ഓക്കെ, 50 വരെ ഇങ്ങനെ എഴുതി വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്ര എണ്ണം ഉണ്ട് നോക്കുക. 0 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 10 ഇവിടെ വരുന്നുണ്ടെങ്കിലും 10 എന്ന് പറഞ്ഞ നമ്പർ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൽ ടാലി അടയാളപ്പെടുത്തരുത്, ഇവിടെ ആയിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്. ഞാൻ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആക്കിയിട്ട് മനസ്സിലാക്കി തരാം. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 0 മുതൽ 10 വരെ എവിടെയൊക്കെ ഉണ്ടോ? 1 ഇവിടെ 5 ഒന്നായി അല്ലേ, 2 3. അപ്പോൾ ടോട്ടൽ എത്ര അടയാളം ഇടേണ്ടി വരും? 3. അപ്പോൾ കുട്ടികളുടെ എണ്ണം എത്രയാ? 3. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കാം നമുക്ക്. 10 മുതൽ 20 വരെ. 10 മുതൽ 20 വരെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. 10 മുതൽ 20 വരെ എവിടെയൊക്കെ ഉണ്ടെന്ന് ഒക്കെ നോക്കാം. 11 1 അല്ലേ, 2 ഇവിടെ 13 അല്ലേ. അടുത്തത് ഏതാ? 3. അടുത്തത് ഏതാ? 4. അടുത്തത് ഏതാ? 5. അപ്പോൾ 5 എണ്ണം ആണ് ഉണ്ടാവുക. അപ്പോൾ 20 ഇവിടെ കണ്ടിട്ട് നിങ്ങൾ ഈ 20 എന്ത് ചെയ്യരുത്, അതിൽ ആഡ് ചെയ്യാൻ നിൽക്കരുത്, കൂട്ടാൻ നിൽക്കരുത്. കാരണം 20 ഇവിടെ ആണെങ്കിലും ശരിക്കും എവിടെ അത് ഉൾപ്പെടുക? അടുത്തതിലായിരിക്കും ഉൾപ്പെടുക. അതായത് ഈ നമ്പറാണ് ഉൾപ്പെടുന്ന നമ്പറുകൾ കേട്ടോ. ഓക്കെ, ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ 10 മുതൽ 20 വരെ എത്ര ഉണ്ട്? 5 എണ്ണം. അപ്പോൾ 5 വരട്ടു 5 ചെയ്താൽ. ഓക്കെ, ശരിക്കും ഓരോരോ വര ഓരോ സമയത്ത് ഇടേണ്ടതാണ്. അങ്ങനെ ഇട്ടാലാണ് ഏറ്റവും നല്ലത്. പക്ഷേ വീഡിയോൻ്റെ ദൈർഘ്യം കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളാം, ഓരോ വരയിൽ ഇങ്ങനെ ഇട്ട് പോയിക്കോളാം. അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത് നോക്കാം. 20 മുതൽ 30 വരെ ഇവിടെ എത്ര ഉണ്ട് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ കളർ മാറ്റിയിട്ടുണ്ട്. 20 മുതൽ 30 വരെ 1 ഇവിടെ ഉണ്ട് അല്ലേ, 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. അതുപോലെ അടുത്ത് നോക്ക്, 4 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്. 6 20 അതിൽ പെടും. 20 മുതൽ 30 വരെ ആണ് 20 അതിൽ പെടും. 6 എത്ര? 6. അടുത്തത് 7 ഇവിടെ ഉണ്ട്, 8 ഇവിടെ ഉണ്ട്, 9 ഇവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര അടയാളം ഉണ്ടായിരുന്നു? 9 അല്ലേ. 5 എണ്ണം കഴിഞ്ഞു, പിന്നെ ഒരു 4 എണ്ണം. ഇങ്ങനെയാണ് 9 എഴുതുക കേട്ടോ. എങ്ങനെയാ? 5 എണ്ണം ഇവിടെ ഉണ്ട്, ചിരിച്ചാണ് 5ാമത്തെ ഇടേണ്ടത്, 4. അപ്പോൾ 9 എണ്ണം അപ്പുറത്ത് എഴുതുക. ഇതാണ് സംഭവം. ഈ ഒരു ഐഡിയ കത്തിയ എൻ്റെ പൊന്നു മക്കൾക്ക് ഈ ചാപ്റ്റർ എളുപ്പമായി. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഞാൻ കളർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. എന്താ 30 മുതൽ 40 വരെ. 30 മുതൽ 40 വരെ 1 ഇവിടെ പച്ച, 1 2 3 4 5 6. ഇവിടെ 40 ഉണ്ട്, 40 കൂട്ടരുത്, കാരണം 40 ഇപ്പുറത്തിലായിരിക്കും വരിക കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ അടുത്ത അപ്പോൾ എത്രയായി? എത്രയായി? 1 2 3 4 5 6. 6 ആയിട്ടോ. 6 7 40 വരെയല്ലേ. അപ്പോൾ 40 എടുക്കരുത് അല്ലേ. 6 7 എണ്ണം. അപ്പോൾ 7 എണ്ണം വരച്ചോ. 7 എണ്ണം 1 2 3 4 5 6 7 കേട്ടോ. നിങ്ങൾ ഓരോന്ന് ഇട്ടിട്ട് ഇതാ 36 ഉണ്ടെങ്കിൽ ഒരു ടാലി ഇടുക, 37 ഉണ്ടെങ്കിൽ ഒരു ടാലി ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ട് മാറും. എനിക്ക് പിന്നെ കളർ മാറ്റം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, എനിക്കിങ്ങനെ കളർ മാറ്റിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത 40 മുതൽ 50 വരെയുള്ള കോളം കാണണം. നോക്ക്, 1 2 3 4 5 6. എത്ര ഉണ്ട്? 6 എണ്ണം. അപ്പോൾ 5 എണ്ണം കഴിഞ്ഞിട്ട് ഒരു വരയും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ടോട്ടൽ 6. അതൊന്ന് കൂട്ടി നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കണേ. കാര്യം 30 കുട്ടികൾ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് 30 എണ്ണം ഉണ്ടോ നോക്ക്. 3 5 8 8 9 എത്ര വരും? 8 9 17 7 24 6 30 കറക്റ്റ് കുട്ടികൾ 30 എണ്ണം തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഞാനത് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടില്ല, അത് വിട്ടുപോയതായിരിക്കും. ചോദ്യം എന്താണ്? 30-ന് മുകളിൽ സ്കോർ ലഭിച്ച എത്ര കുട്ടികളുണ്ട്? above 30 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, above 30 മാർക്സ്
30 മുകളിൽ കിട്ടിയാന്ന് പറഞ്ഞാൽ ഇതാ ഇത് രണ്ടുമാണ് എബോവ് 30 വരിക കേട്ടോ. ഏതൊക്കെയാണ് ഈ ഒരു കോളാണ് എബോവ് 30ക്ക് മുകളിൽ വരുന്നത്. അപ്പോൾ 7ഉം 6ഉം കൂട്ടിയാൽ മതി. 7ഉം 6ഉം കൂടെ കൂട്ടിയാൽ ടോട്ടൽ 13 കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 30 മാർക്കിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഐഡിയ. അപ്പോൾ ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനം ഞാൻ പറഞ്ഞു. 10 നമ്മൾ ഇവിടെ കാണുന്നുണ്ടെങ്കിലും ആ 10 എന്ന് പറഞ്ഞ സാധനം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലുണ്ടെങ്കിൽ അത് ഈ ഒരു നമ്പറിലാണ് കൂട്ടുക. അതായത് ഈ സാധനത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യം സെറ്റാക്കിയാൽ എൻ്റെ പൊന്നു മക്കളെ അടുത്തൊരു ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞ സാധനം കൂടെ വരയ്ക്കുന്ന സാധനം കൂടെ ചെയ്താൽ ചാപ്റ്റർ ക്ലോസ്. പഠിക്കാം. യെസ്, നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രോ എ ഹിസ്റ്റോഗ്രാം, അതായത് നമ്മൾ എന്താ പറയുക ആവർത്തിച്ചതുരം വരയ്ക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ. എല്ലാ കൊല്ല പരീക്ഷാ പേപ്പറിലും കാണാറുണ്ട് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങളെ പേപ്പറിൽ കറക്റ്റ് പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ എന്ത് ചെയ്യുക വരച്ചു വെക്കുക. അതായത് ഒരു വര ഇങ്ങോട്ടും വരയ്ക്കുക, ഒരു വര ഇങ്ങോട്ടും വരച്ചു വെക്കുക. എന്നിട്ട് ശേഷം എന്താണ് ഇവർ പറയുന്നുണ്ട്, വൈദ്യുതി ഉപയോഗം യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ഉപയോഗം യൂണിറ്റ് എന്ന് പറയുമ്പം ഈ ഒരു പോർഷനിൽ നമുക്ക് എന്തെടുക്കാം, വൈദ്യുതി എടുക്കാം കേട്ടോ. അതായത് ഈ ഒരു വരയ്ക്ക് ഉള്ളിൽ എന്ത് ചെയ്യാം, വൈദ്യുതി എടുക്കാം. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഫാമിലീസും എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. കുടുംബങ്ങളുടെ എണ്ണം എടുക്കുക, രണ്ടാമത്തേലും ആദ്യത്തേലും വൈദ്യുതിയുടെ ഇതും എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യുക, പോയിന്റുകൾ അടയാളപ്പെടുത്തുക. കൃത്യമായ ഇടവേളകളിൽ ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തുക കേട്ടോ. ഓക്കെ, കൃത്യമായിരിക്കണം. ഇവിടെ ഒരു സെൻറ്റിമീറ്റർ എത്രയാണോ നിങ്ങൾ അളക്കുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കും എടുക്കുക. അത്രയും എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. നമുക്ക് എന്താ പറയണത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്ക്. 100 മുതൽ 200 വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 100 മുതൽ 200 വരെ എന്നല്ലേ പറയണത്. 100 to 200 പറയുമ്പോൾ നിങ്ങൾ ഓരോ നമ്പറാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഇത് 100 ഇത് 200. ഓക്കെ, ഇനി അടുത്ത ഇവിടെ 200 മുതൽ 300 വരെ ഉണ്ട്. അപ്പം 300 അല്ലേ, 400 ഇങ്ങനെ എഴുതണ്ട. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 100, 200, 300, 400, 500 ഈ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 600 കൂടി ഉണ്ട്. അപ്പോൾ 600 വരെ, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എഴുതണം. 100 to 600 വരെ എഴുതി വെക്കുക. ഓക്കെ, 500, 600. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ എത്രയാണ് കുടുംബങ്ങളുടെ എണ്ണം. കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പം 5, 7 എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. 5, 7 അങ്ങനെ വന്നിട്ട് 4 ഉണ്ട്. അപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, ഇത് ലിമിറ്റഡ് നമ്പർ ഓഫ് സാധനങ്ങളാണ്. ചില സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ എഴുതുക. ഓക്കെ, ചിലപ്പോൾ ഇവിടെ 12 അല്ല, അതിനേക്കാളും വലുത് 20 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൻ പറ്റും, നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയാവും. 2, 4, 6. അപ്പോൾ എഴുതുമ്പോൾ ഇവിടെ 2, 4, 6 ആ 2 ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ എഴുതേണ്ടി വരും. വലിയ നമ്പറൊക്കെ ഇവിടെ വരികയാണെങ്കിൽ. പക്ഷേ ഇവിടെ മാക്സിമം വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 8 അല്ലേ. മാക്സിമം 8 വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1, 2 പോലെ എഴുതി വെച്ചാൽ മതി അല്ലേ. 2, 4, 6 എഴുതണ്ട. ഓക്കെ, ചെറിയതല്ലേ, 8 കുറച്ചല്ലേ എത്താനുള്ളൂ. പക്ഷേ 20 ഒക്കെ ആകുമ്പോൾ ഒരുപാട് പോകാനുണ്ടാവും. അപ്പോൾ 2, 2, 2 അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് ചോദ്യം. ഫസ്റ്റ് ഇവർ പറയുന്ന ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ എത്രയാണ്, 100 മുതൽ 200 വരെ 5 എണ്ണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, 100ൻ്റെ അവിടെ എന്ത് ചെയ്യുക, ഇത് വരച്ചിട്ട് നേരെ 5 എവിടെ വരുന്നത് നോക്കുക. അപ്പോൾ 5 ഇവിടേക്ക് ഒരു വര വരച്ചു. 200ൻ്റെ അവിടേക്ക് ഒരു വര വരയ്ക്കുക. ഈ ഒരു സാധനം യോജിപ്പിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സിമ്പിളാണ്. ഇവർ പറയുന്നുണ്ട് എന്താണ്, 5 വേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, 100 മുതൽ 200 വരെ 5 എണ്ണം. ഇതാണ് സംഭവം. ഓക്കെ, 100 മുതൽ 200 വരെ എന്ന് ഇവിടെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. നമുക്ക് അടുത്ത് നോക്ക്, 200 മുതൽ 300 വരെ 7 എണ്ണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 7 എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 200 ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് മെല്ലെ ഒന്ന് മേലോട്ട് വെച്ചാൽ മതി കേട്ടോ. ഒക്കെ ഒന്ന് വളഞ്ഞു പോയില്ലേ. ഓക്കെ, മെല്ലെ ഒന്ന് ഇതൊന്ന് മേലോട്ട് നീട്ടി 7 എവിടെയാണോ വരുന്നത് നോക്കുക. 7 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 300 വരെ ആക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 300 വരെ ആക്കി വെച്ചാൽ മതി. ഇതാണ് സംഭവം കേട്ടോ. ബാക്കിയൊക്കെ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ. നമുക്ക് വേഗം ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്, 300 മുതൽ 400 വരെ 8 എണ്ണം. അപ്പോൾ 8 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 8 കുറച്ചുകൂടെ മേലിലാണുള്ളത് അല്ലേ. ഓക്കെ, കുറച്ചുകൂടെ മേലിലാണുള്ളത്. അപ്പം നമുക്ക് മെല്ലെ നീട്ടിയിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്തോളാം, 400 വരെ വളയരുത്, കറക്റ്റ് എന്ത് ചെയ്തോളാം, വരച്ചോളണേ. 8 എങ്ങനെ വരുന്നത് നോക്കുക. 8 കണ്ടോ, 8. അപ്പോൾ 300 മുതൽ 400 വരെ എന്ന് പറഞ്ഞാൽ അത് 8
8 കുടുംബങ്ങൾ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി അടുത്ത് നോക്കാം നമുക്ക്. 400 മുതൽ 500 വരെ 6 എണ്ണം. അപ്പോൾ വേഗം ചെയ്ത് 6 എണ്ണം പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എഴുതാം? ഇവിടെയാണ് 6 വരുന്നത് കേട്ടോ. ഇവിടെയാണ് 6 വരുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു പോർഷനിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനിൽ നമുക്ക് എഴുതി വെക്കാം അല്ലേ. എങ്ങനെ എഴുതാം? നേരെ വരയ്ക്കുക. ശേഷം 6 എവിടെയാണോ വരുന്നത് 6 ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നേരെ എന്ത് ചെയ്തോളാം? 6 ഇവിടേക്ക് വരച്ചോളാം. ഓക്കെ, ഈ ഒരു ലൈൻ കറക്റ്റ് ആവണേ. ഈ ഒരു ലൈൻ കണ്ടോ? 6ൻ്റെ ഈ ഒരു ലൈൻ കണ്ടോ? ഈ ഒരു ലൈൻ കറക്റ്റ് ആവണം 6. ഓക്കെ, 6ഉം സെറ്റായി. 500 മുതൽ 600 വരെ എത്രയാണ്? 4. അപ്പോൾ 500 മുതൽ 600 വരെ 500 മുതൽ 600 വരെ എവിടെയാണ്? 4 എവിടെയുള്ളത് നോക്കുക? 4 ഇവിടെ. ഓക്കെ, ഇവിടെ തന്നെ ഒരു വരാട് വരച്ചാൽ മതി. ഓക്കെ, 4 എവിടെയുള്ളത് നോക്ക്? ഇവിടെ. ഓക്കെ, ഒരു വര. എന്നിട്ട് 600ന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ചാൽ മതി. മക്കളെ, ഇതാണ് സാധനം. മക്കളെ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ 2 ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്ന് പഠിച്ച 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെച്ചോ. ചോദ്യം ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സാമൊക്കെ നമ്മൾ അടുത്തെത്താറായിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഓക്കെ, ഈ കമൻറ്റ് സെക്ഷനിലും അറിയിക്കുക ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ. മാത്രമല്ല ലൈക്ക് ചെയ്യുക. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളെ എല്ലാ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തോളാം? ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഈ ഒരു വൈശാഖ് JR, ഈ ഒരു ഇൻസ്റ്റഗ്രാം ID യിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകളും ക്ലാസ്സിൻ്റെയും എക്സാമിൻ്റെയും ഒക്കെ ഫീഡ്ബാക്കുകളൊക്കെ ഈ ഒരു ID യിലേക്ക് റിക്വസ്റ്റ് അയച്ചോളാം. ഓക്കെ, ഞാൻ എല്ലാവർക്കും റീപ്ലൈ തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉറപ്പായിട്ടും തരും കേട്ടോ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കിയിട്ട് പരീക്ഷ ചെയ്താൽ കേട്ടോ. ഓക്കെ, താങ്ക്